പോസിറ്റീവ് ഡിവിയേഷനും നെഗറ്റീവ് ഡിവിയേഷനും പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. പോസിറ്റീവ് ഡിവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇൻട്രാക്ഷൻസ് ഏതായിരിക്കും, സ്ട്രോങ്ങർ ഇൻട്രാക്ഷൻസിനെ വന്നിട്ട് വീക്കർ ഇൻട്രാക്ഷൻസ് റിപ്ലേസ് ചെയ്യുന്ന സമയത്താണ് പോസിറ്റീവ് ഡിവിയേഷൻ. നെഗറ്റീവ് ഡിവിയേഷൻ നേരെ ഓപ്പോസിറ്റിലും. ഇവിടെ നോക്കി നോക്കുക, നമുക്ക് ഇവിടെ അസറ്റോൺ ഉണ്ട്. ഓക്കെ, അസറ്റോൺ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എന്താണ് അവിടെ എന്ത് ഇൻട്രാക്ഷൻ ആണ്, ഡൈപോൾ ഇൻട്രാക്ഷനാണ് ഉണ്ടാകുന്നത്. ഡൈപോൾ ഇൻട്രാക്ഷൻസ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ക്ലോറോഫോമിൽ എന്ത് ഇൻട്രാക്ഷൻ ആണത്, ക്ലോറോഫോമിലാണെങ്കിലും ഡൈപോൾ ഇൻട്രാക്ഷൻസ് ആണ് ഉണ്ടാവുക ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത്. രണ്ടുപേരും മിക്സ് ആക്കി ഒരു സൊല്യൂഷൻ ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ ബോണ്ട് ക്രിയേറ്റ് ആകാൻ തുടങ്ങും. ഓക്കെ, ബിക്കോസ് നോക്കിക്കോ, അസറ്റോണിയ ഇപ്പം C+O CH3. ഓക്കെ, ഇവ രണ്ടാളും മിക്സ് ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായി, ഇങ്ങനെ എഴുതാം. ക്ലോറോഫോമിൽ എങ്ങനെ എഴുതാം, CH ഇപ്പോൾ എന്തായി, ഹൈഡ്രജൻ ബോണ്ട് ആയില്ലേ. സോ ഹൈഡ്രജൻ ബോണ്ട് വന്നു, സോ സ്ട്രോങ്ങർ ഇൻട്രാക്ഷൻ വന്നു, അതുകൊണ്ട് നെഗറ്റീവ് ഡീവിയേഷൻ വന്നത്. ഓക്കെ, ഇനി വെള്ളത്തിൻ്റെ കേസ്, ഈ രണ്ട് കേസ് അല്ലേ. ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മളിപ്പം വെള്ളത്തിലേക്ക് ആദ്യം HCl നോർമൽ ഗ്യാസ് ആണ്. നോർമൽ ഗ്യാസ് അത്യാവശ്യം വേപ്പേഴ്സ് ഒക്കെ പ്രൊഡ്യൂസ് ആവും. ശരി, അതേപോലെ HNO3 ആണെങ്കിൽ സിമിലർലി നോർമൽ ഗ്യാസ് ആണ്, വെള്ളം പ്രൊഡ്യൂസ് ഒറ്റയ്ക്ക്. ഇത് ഞാൻ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് HCl ആയിക്കോട്ടെ HNO3 ആയിക്കോട്ടെ, ആദ്യം HCl നമുക്ക് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം HNO3 ആയിട്ട്. HCലും വെള്ളവും മിക്സ് ആക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുക, വെള്ളം മിക്സ് ആകുന്ന സമയത്ത് ഈ HCl എന്താവും, ബ്രേക്ക് ആയിട്ട് H+Cl- എന്ന രീതിയിലേക്ക് മാറും. H+Cl- രീതിയിൽ ഇവിടെ H+Cl- എന്ന രീതിയിൽ ബ്രേക്ക് ആയിട്ടുണ്ട്. അവിടെ എന്താണ്, വളരെ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. എന്താണുള്ള അവിടെയുള്ള അട്രാക്ഷൻ എന്ന് പറയുക ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇത്രയും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന് ബ്രേക്ക് ആവില്ല, അതൊരിക്കലും വേപ്പറായിട്ട് മാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ ഈ പറഞ്ഞ അയോൺസ് വേപ്പറായിട്ട് മാറുന്നില്ല. പിന്നെ ആരാ വേപ്പറായിട്ട് മാറുക, ബാക്കി എന്താ ലിക്വിഡ് അല്ല, വെള്ളം മാത്രം വേപ്പറായിട്ട് മാറും. അപ്പോൾ നേരത്തെ രണ്ടുപേരും കുറച്ച് വേപ്പേഴ്സ് ക്രിയേറ്റ് ആയതായിരുന്നു, ഇപ്രാവശ്യം വാട്ടർ മാത്രമേ വേപ്പർ വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഡീവിയേഷൻ. നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്ത വേപ്പർ പ്രഷറിനേക്കാളും കുറവായിട്ടാണ് കിട്ടുന്നത് എന്ന് പറയാൻ പറ്റും. ഇനി അനിലിനും ഫിനോളിൻ്റെയും കേസ് നമുക്ക് നോക്കാം. ഓക്കെ, അനിലിൻ ഇതാണ് നമ്മുടെ അനിലിന്. ഓക്കെ, 2-3 അനിലിൻസ് വെറുതെ ഒറ്റയ്ക്ക് അനിലിൻ്റെ ഒരു സൊല്യൂഷനിൽ എന്താണ് ഇൻട്രാക്ഷൻ ഉള്ളത്, ഒരു അനിലിൻ്റെ ഈ പറഞ്ഞതും ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഓക്കെ, നൈട്രജനും ഹൈഡ്രജൻ തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. പക്ഷേ ഈ ഹൈഡ്രജൻ ബോണ്ട് വീക്കാണ്. എന്തുകൊണ്ടാണ്, കാരണം വെച്ചാൽ ഈ ലോൺ പെയർ ഇവിടെ ഡീലോക്കലൈസിങ്ങിന് പങ്കെടുക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ലോൺ പെയർ എന്താവും, ഇവിടെ റെസൊണൻസിൽ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, ആ റെസൊണൻസിൽ പങ്കെടുക്കുന്ന ലോൺ പെയറാണ് ആക്ച്വലി ഹൈഡ്രജൻ ബോണ്ടായിട്ട് ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസൊണൻസിലാണ് കൂടുതൽ താല്പര്യം ഡെഫിനറ്റ്ലി എല്ലാ ലോൺ പെയർസിനും. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ബോണ്ട് കുറച്ചുകൂടി വീക്കർ ഹൈഡ്രജൻ ബോണ്ടാണ്. സിമിലർലി ഇവിടെയും റെസൊണൻസിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ഫിനോൾ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ബോണ്ട് എന്താണ്, വീക്കാണ്. പക്ഷേ അനിലിനും ഫിനോളും ഞാൻ ആഡ് ചെയ്തു എന്ന് വിചാരിച്ചു. അനിലിനും ഫിനോളും ഒരു സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്തു, അപ്പോഴുണ്ടാകുന്ന ഹൈഡ്രജൻ ബോണ്ട് അതിനെപ്പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനെന്ത് നമ്മൾ കുറച്ച് ഇൻഫോർമേഷൻസ് നമ്മൾ ആദ്യം അറിയണം. അപ്പോൾ നമുക്ക് എന്താണ് ഹൈഡ്രജൻ ബോണ്ട് എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി അറിയാം. എന്താണ്, നമ്മൾ ഹൈഡ്രജനായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മോളിക്യൂൾ അത് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒന്നെങ്കിൽ F ആവാം, അല്ലെങ്കിൽ O ആവാം, N ആവാം. അതേപോലെ പുറത്തുണ്ടാവുന്ന മോളിക്യൂൾ അതും Fഉം O N ആവാം. അങ്ങനെ ഇവിടെ ഉണ്ടാകുന്ന ആ ഇൻട്രാക്ഷൻ, പുറത്തുള്ള മോളിക്യൂൾ ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻസ്, ഏത് ഓക്സിജനും ഫ്ലോറിനും നൈട്രജനും ഉണ്ടാക്കുന്ന ആ ഒരു ഹൈഡ്രജൻ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് നമ്മൾ വിളിക്കും ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, അപ്പം ഹൈഡ്രജൻ ബോണ്ട്സ് സ്ട്രോങ് ആവണമെങ്കിൽ എന്താണ് കേസ് എന്നുള്ളത് അല്ലേ. ഹൈഡ്രജൻ ബോണ്ട്സ് സ്ട്രോങ് ആവണമെങ്കിൽ എന്താണ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈഡ്രജനായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആറ്റം ഉണ്ടാവുമല്ലോ, ആ ആറ്റത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ്, അത് കൂടാം. ഹൈഡ്രജനായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആറ്റത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടണം. പോരായിട്ട് പുറത്തുള്ള ആറ്റം ദാറ്റ് ഷുഡ് ബി മേക്കിംഗ് ആൻ ഇൻട്രാക്ഷൻ വിത്ത് ഹൈഡ്രജൻ, അയാളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്തായിരിക്കണം, കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് അത്യാവശ്യം സ്ട്രോങ്ങർ ആണെന്ന്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കി നോക്ക്, ഇവിടെ പറയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് എ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ബി. ഇപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് എ ബിനേക്കാളും വലുതാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി അത്യാവശ്യം എ കൂടുതലാണ്. അപ്പോൾ അയാൾ നല്ലോണം ഇലക്ട്രോൺ വലിച്ചുകൊണ്ടും, അതുകൊണ്ട് തന്നെ അയാൾ വലിയ പോസിറ്റീവ് ഇവിടെ ക്രിയേറ്റ് ആവും. H+ൻ്റെ മുകളിൽ വലിയ പോസിറ്റീവ് ക്രിയേറ്റ് ആവും. പോരായിട്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ബി കുറവാണ്. ഇപ്പോൾ ബിക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക, അയാൾ നല്ല സുഖമായിട്ട് ഇലക്ട്രോണൊക്കെ കൊടുക്കും. അപ്പം ഇവിടെ നല്ല പോസിറ്റീവ് ചാർജ് കൊണ്ട് നല്ല സുഖമായിട്ട് ഇലക്ട്രോണും കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല സ്ട്രോങ് ബോണ്ട് ഉണ്ടാക്കും. ഇനി ഇവിടെ ആണെങ്കിലോ, ഇവിടെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇലക്ട്രോനെഗറ്റിവിറ്റി എയുടെ വലുത്, അപ്പോൾ ഇവിടെ വലിയ പോസിറ്റീവ് ഒന്നുമില്ല, ചെറിയ പോസിറ്റീവ് ക്രിയേറ്റ് ആവുന്നുള്ളൂ. അത് മാത്രമല്ല ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ബി. അതുകൊണ്ട് ഈ ഇലക്ട്രോൺ കൊടുക്കാൻ അത്ര താല്പര്യം ഉണ്ടാവും, കാരണം ഇയാൾക്ക് അത്യാവശ്യം ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ ഇലക്ട്രോൺ കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അതുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ട് വീക്കറാന്ന് പറയാൻ പറ്റും. ഓക്കെ, ആ റീസൺ പഠിച്ചല്ലോ. ഓക്കെ, ആ റീസൺ വെച്ചിട്ട് നമുക്ക് ഇവിടെ നോക്കി നോക്കാം. നമ്മൾ അനിലിനും ഫീനോളും ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, ഇവിടെ നൈട്രജനാണ് ഇലക്ട്രോൺ കൊടുക്കാൻ താല്പര്യം, അതുപോലെ ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ നോക്കിയോ, ഹൈലി ഇലക്ട്രോനെഗറ്റീവ്, ഓക്സിജൻ ഈസ് ഗ്രേറ്റർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ നൈട്രജൻ. അപ്പോൾ നല്ല ഇലക്ട്രോനെഗറ്റീവ്, അപ്പോൾ ഇവിടെ നല്ല പോസിറ്റീവ് ഉണ്ടാവും. ഓക്കെ,
അത് മാത്രമല്ല നൈട്രജൻ ആയിട്ടാണ് ബോണ്ട് ഉണ്ടാക്കുന്നത്. നൈട്രജൻ അത്യാവശ്യം ഓക്സിജനെ സംബന്ധിച്ച് ഇലക്ട്രോണൈറ്റിവിറ്റി കുറവാണ്. അപ്പോൾ ഇലക്ട്രോൺ നല്ല രീതിയിൽ കൊടുക്കാനും സമ്മതിക്കും. അതുകൊണ്ട് ഇലക്ട്രോൺ കൊടുക്കുന്നതുകൊണ്ട് നല്ല പോസിറ്റീവ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി സ്ട്രോങ്ങർ ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പോൾ നേരത്തെ ഉള്ള ഹൈഡ്രജൻ ബോണ്ടിനേക്കാളും ബെറ്റർ ഹൈഡ്രജൻ ബോണ്ടാണ് രണ്ടുപേരും മിക്സ് ആയപ്പോൾ കിട്ടിയത്. സോ സ്ട്രോങ്ങർ ഇൻട്രാക്ഷൻസ് ആർ റിപ്ലേസിങ് വീക്കർ ഇൻട്രാക്ഷൻ. സോ ദിസ് ഈസ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് തിയറിറ്റിക്കൽ പോയിന്റ്സിലേക്ക് പോകാൻ പോകുന്നത് കുറച്ച് ഗ്രാഫിൻ്റെ ഡിസ്റ്റിലേഷൻ. നമുക്ക് ഡിസ്റ്റിലേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു എ ബി എന്ന സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അതിനകത്ത് വേപ്പർ നമ്മൾ മറ്റൊരു ഇതിലേക്ക് മാറ്റും, മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റും. അങ്ങനെ ആ വേപ്പർ കണ്ടൻസ് ആവും. ആ കണ്ടൻസ് ചെയ്ത വേപ്പർ വീണ്ടും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റും. ആ ഒരു കണ്ടൻസ് ആയ വേപ്പർ വീണ്ടും മറ്റേ പാത്രത്തിൽ മാറ്റി പോകുന്ന സമയത്ത് ആ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ. ഓക്കെ, ആ ഡിസ്റ്റിലേഷൻ്റെ ഗ്രാഫിൽ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് ഇവിടെ ഒന്നാമത്തെ കാര്യം ഇവിടുന്ന് ഇൻഫർമേഷൻ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ വെച്ചാൽ ബി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എനേക്കാളും ലെസ് വോൾട്ടൈലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയുടെയും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ ആരാണ് വേപ്പറിൻ്റെ ഇപ്പോൾ എയും ബി ഇവിടെ ഒരു മോൾ ഫ്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു കമ്പോസിഷൻ ഉണ്ട്. ശരി, ഇനി വേപ്പറായിട്ട് മാറുന്ന സമയത്ത് ആരായിരിക്കും കൂടുതലുണ്ടാകുക? സ്വാഭാവികമായിട്ടും എ കൂടുതലുണ്ടാകും. കാരണം എ ആണ് മോർ വോൾട്ടൈൽ ദാൻ ബി എന്നുള്ള കാര്യം ഒബ്വിയസ് ആണ്. അപ്പം ലിക്വിഡിലുള്ള കമ്പോസിഷൻ ഡിഫറൻ്റ് ആണ്, അതേപോലെ വേപ്പറുള്ള കമ്പോസിഷൻ ഡിഫറൻ്റ് ആണെന്ന കാര്യം ഒബ്വിയസ് ആണ്. കാരണം ഇവിടെ കൂടുതൽ ആരാണ് വോൾട്ടൈലായിട്ട് വരുന്നത്? ബി ആണ് കൂടുതൽ, എ ആണ് കൂടുതലായിട്ട് വോൾട്ടൈൽ ആവുന്നത്. ഇവിടെ നിന്ന് ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട് ഈ ഗ്രാഫിൽ നിന്ന്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയോ, ഈ ഗ്രാഫ് എന്ത്? ഇതാണ് നമ്മുടെ ടോട്ടൽ വേപ്പർ പ്രഷറിൻ്റെ ഗ്രാഫ്. ഏത്? ലിക്വിഡ് സ്റ്റേറ്റിലുള്ള. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഗ്രാഫ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പർ സ്റ്റേറ്റിലുള്ള ഗ്രാഫ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിൻ്റെ ഇടയിലുള്ളതാണ് ലിക്വിഡ് പ്ലസ് വേപ്പർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ലിക്വിഡ് മുകളിൽ വന്നത് ആ ഒരു ഗ്രാഫ്. ഇത് നമ്മൾ ഇതുവരെ കാണാത്ത ഗ്രാഫാണ് ആക്ച്വലി. ശരിയാണ്, ഇതുവരെ കാണാത്ത ഗ്രാഫാണ്. മുകളിൽ എന്തുകൊണ്ട് മുകളിൽ ലിക്വിഡ് വന്നു? മുകളിൽ എന്ത് കൂടുതലാണ്? പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടുതലുണ്ടെങ്കിൽ ലിക്വിഡായിട്ട് മാറും അല്ലേ? പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്യാസസ് നിന്ന് ലിക്വിഡിലേക്ക് കണ്ടൻസ് ആവും. കറക്റ്റാണ്. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്യാസായി മാറും. അതുകൊണ്ടാണ് താഴോട്ട് വേപ്പറും മുകളിലോട്ടേക്ക് ലിക്വിഡ് എന്ന രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഗ്രാഫാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സമയത്ത് ഞാൻ പറയും എനിക്ക് അത് കൈ എ എന്ന് പറയുന്നത്. കൈ എ. ഓക്കെ, കൈ എ എന്ന് പറയുന്നത് അത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എന്താണ് വേണ്ടത്? ദാറ്റ് ഈസ് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മോൾ ഫ്രാക്ഷൻ അല്ലേ, കമ്പോസിഷനാണ്. ഓക്കെ, അപ്പോൾ ആ കൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ കമ്പോസിഷൻ ഉണ്ടാക്കുന്ന ലിക്വിഡ് സ്റ്റേറ്റിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദിസ് പോയിന്റ്. കറക്റ്റ് ആണല്ലോ? കറക്റ്റാണ്. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആ ഒരു കൈ എ. ഓക്കെ, അപ്പോൾ എന്തായി ഇവിടെ ഈ പോയിന്റിൽ നിന്ന് എന്തായി? കൈ എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർ അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതേ പ്രഷറാണ് നമുക്ക് വൈ ആക്സിസിലാണ് പ്രഷർ എന്ന കാര്യം അറിയാം. ഓക്കെ, അതേ പ്രഷറിൽ തന്നെ ഉണ്ടാവുന്ന ഈ പറഞ്ഞ വേപ്പറിലേക്കുള്ള വേപ്പർ സ്റ്റേറ്റിലുള്ള പ്രഷർ. ഓക്കെ, ഇത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷറാണ്. ഇനി അതേ പ്രഷർ തന്നെ ഇവിടെയും വൈ ആക്സിസിൽ എന്തുണ്ട്? വേപ്പർ സ്റ്റേറ്റിലുള്ള പ്രഷർ. ദിസ് ഈസ് വേപ്പർ സ്റ്റേറ്റിലുള്ള പ്രഷറാണ്, വേപ്പർ സ്റ്റേറ്റ് പ്രഷർ. അപ്പോൾ ഇവിടെ നിന്നാണ് വേപ്പർ സ്റ്റേറ്റിലുള്ള പ്രഷർ. അപ്പോൾ ഞാൻ ഇതിന് നേരെ അടിയിൽ എന്താണ്? മോൾ ഫ്രാക്ഷൻ്റെ എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷനും വൈ ആക്സിസിൽ പ്രഷറാണുള്ളത്. അപ്പോൾ വേപ്പർ സ്റ്റേറ്റിലുള്ള ഈ പ്രഷറിൻ്റെ നേരെ അടിയിൽ വരുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ വേപ്പർ സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന എയുടെ മോൾ ഫ്രാക്ഷൻ അല്ലേ? കറക്റ്റാണ്. ഓക്കെ, ഇനി വേപ്പർ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന എയുടെ മോൾ ഫ്രാക്ഷൻ. ഇനി വേപ്പർ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന എ അത് ഞാൻ എന്തൊക്കെ മാറ്റും? ഡിസ്റ്റിൽ ചെയ്യും. ഓക്കെ, ഡിസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീണ്ടും കണ്ടൻസ് ആയിട്ട് വീണ്ടും ലിക്വിഡ് ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് കണ്ടൻസ് ആയിട്ട് ലിക്വിഡ് ഉണ്ടാവുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മോൾ ഫ്രാക്ഷൻ അതെന്തായിരിക്കും? അവിടെ ഉണ്ടാകുന്ന ലിക്വിഡിലുള്ള മോൾ ഫ്രാക്ഷൻ അതെന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായ വൈ എന്ന് പറഞ്ഞിട്ടുള്ള അതേ മോൾ ഫ്രാക്ഷൻ തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. കാരണം ആ വൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേപ്പറാണ് ഞാൻ കണ്ടൻസ് ചെയ്തിട്ട് മറ്റൊരു ലിക്വിഡാക്കി മാറ്റിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മോൾ ഫ്രാക്ഷൻ സെയിം ആണ്. കറക്റ്റ്, അവിടെ മോൾ ഫ്രാക്ഷൻ സെയിം ആണ്. അതേപോലെ അവിടെ ഉണ്ടാകുന്ന ആ പറഞ്ഞ ലിക്വിഡിൻ്റെ സെയിം വേപ്പർ പ്രഷർ, വേപ്പറിൻ്റെ വേപ്പർ പ്രഷർ അതിൻ്റെ നേരെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത്? ആ ഒരു വൈ എ ഡാഷ്. ഈ വൈ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ കണ്ടൻസ് ചെയ്തിട്ടുള്ള ലിക്വിഡ്, ആ ലിക്വിഡ് ഉണ്ടാക്കുന്ന വേപ്പർ, ആ വേപ്പറിലുള്ള എന്താണ്? കമ്പോസിഷനാണ് വൈ എ ഡാഷ്. ഓക്കെ, ആ വൈ എ ഡാഷ് ഞാൻ വീണ്ടും വേറെ ലിക്വിഡിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യും? ആ വേപ്പേഴ്സ് ഞാൻ വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റും, അത് കണ്ടൻസ് ചെയ്യും. അങ്ങനെ കണ്ടൻസ് ചെയ്തിട്ട് ലിക്വിഡ് ഉണ്ടാവും. ആ ലിക്വിഡിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് വൈ ഡാഷ് തന്നെ അല്ല, ആ ലിക്വിഡിൻ്റെ മോൾ ഫ്രാക്ഷൻ അതും വൈ ഡാഷ് തന്നെ. അതുകൊണ്ട് ഞാൻ ലിക്വിഡിൻ്റെ സമയത്ത് ലിക്വിഡിൻ്റെ ലൈനിൽ തട്ടിക്കും. ഇനി ആ ഒരു ലിക്വിഡിൽ നിന്ന് നേരെ വേപ്പറിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുമ്പോൾ ആ ഒരു എന്താണ് അവിടെ ഉണ്ടാകുന്നത്? വൈ എ ഡബിൾ ഡാഷ് എന്ന രീതിയിൽ. ഓക്കെ, ഈ ഒരു ഗ്രാഫ് ഞാൻ ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. ഇതിലും പ്രത്യേകിച്ചൊന്നും ഇല്ല. ജസ്റ്റ് പ്രഷർ കമ്പോസിഷൻ ഗ്രാഫാണിത്. ഓക്കെ, പിന്നെ എന്താണ് ഇവിടെ ടെമ്പറേച്ചറും അതേപോലെ കമ്പോസിഷൻ തമ്മിലുള്ളൊരു ഗ്രാഫ് ഉണ്ട്. ഓക്കെ, ഈ ഗ്രാഫ് നിന്ന് നമുക്ക് മനസ്സിലാവാൻ ഇവിടെ താഴെ ഉള്ളത് ഡെഫിനറ്റ്ലി ടെമ്പറേച്ചർ കുറഞ്ഞ സമയത്ത് എന്താണ്? ലിക്വിഡ് ആയിട്ട് ഉണ്ടാവുക. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ കാരണം ബോൺസ് ഒക്കെ പൊട്ടിയിട്ട് വോളിയം ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അത് വേപ്പർ ആയിരിക്കും. അപ്പോൾ മുകളിലത്തെ ലൈൻ സ്വാഭാവികമായിട്ടും വേപ്പറാണ്, താഴെ എന്താണ്? ലിക്വിഡ് ആണെന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ,
ഇവിടെ ആണെങ്കിൽ രണ്ടും മിക്സ്ഡ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ശരി, ഇനി നിങ്ങൾ വിചാരിച്ചു ഒരു ടെമ്പറേച്ചർ, പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ കണക്കൊന്നും അറിയില്ല, ഈ ടെമ്പറേച്ചർ ശേഷം കുറച്ചും കൂടി ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയോ കൂട്ടണം അല്ലേ? ഈ ടെമ്പറേച്ചറിൻ്റെ ഇവിടെ ടെമ്പറേച്ചർ ഇപ്പോൾ എന്താണ്, ലിക്വിഡാണുള്ളത്. ഓക്കെ, ആ ലിക്വിഡിൽ നിന്ന് ജസ്റ്റ് എനിക്ക് കുറച്ചൊന്ന് എന്തൊക്കെ വേപ്പറിലേക്ക് മാറ്റണം. ഇപ്പോൾ കംപ്ലീറ്റ് ഒരു സൊല്യൂഷൻ ഉണ്ട്, ആ സൊല്യൂഷനിൽ ലിക്വിഡാണുള്ളത്. ഫൈൻ, ആ ലിക്വിഡിൽ നിന്ന് എനിക്ക് ജസ്റ്റ് എന്തിലേക്ക് പോകണം, ഒരു ബബിളെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വേപ്പർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ലിക്വിഡിൽ ഉണ്ടാകുന്ന ആ ടെമ്പറേച്ചർ, അതാണ് ലിക്വിഡിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ, ആ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചറിന് കുറച്ച് കൂട്ടേണ്ടി വരും അല്ലേ? കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എന്താവും, ഒന്ന് വേപ്പറായി മാറും അല്ലേ? ടെമ്പറേച്ചർ ജസ്റ്റ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ വേപ്പറിലേക്ക് പോകും. കാരണം വേപ്പറിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണ്. അപ്പം ജസ്റ്റ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് വേപ്പറായിട്ട് ഒരു ബബിൾ വേപ്പറെങ്കിലും ക്രിയേറ്റ് ആവും. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ബബിൾ പോയിന്റ് എന്നുള്ള രീതിയിൽ വിളിക്കാം. ഓക്കെ, ഇനി അടുത്തെന്താണ്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ വേപ്പർ ഉണ്ട് വിചാരിച്ചോ, ഒരു ലിക്വിഡ് സൊല്യൂഷൻ്റെ വേപ്പർ ഉണ്ട്. ഓക്കെ, അതാണ് വേപ്പർ. ശരി, വേപ്പർ മുകളിലാണെന്ന് കാര്യം അറിയാം. ഓക്കെ, ആ ടെമ്പറേച്ചറിന് ജസ്റ്റ് ഒന്ന് കുറച്ച് താണു കഴിഞ്ഞാൽ, വേപ്പറിൻ്റെ ആ ടെമ്പറേച്ചർ ജസ്റ്റ് ഒന്ന് താണു കഴിഞ്ഞാൽ ആ വേപ്പർ എന്താവും, കണ്ടൻസ് ആയിട്ട് ഒരു ബബിൾ ലിക്വിഡെങ്കിലും ഫോം ചെയ്യും. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ വിളിക്കും ഡ്യൂ പോയിന്റ് ലൈൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഒരു മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ പറഞ്ഞ ഗ്യാപ്പ് അല്ലേ, ഏത് ഡ്യൂ പോയിന്റ് ലൈനും ബബിൾ പോയിന്റ് ലൈനും തമ്മിലുള്ള ഗ്യാപ്പ്, ആ ഗ്യാപ്പ് എന്താ സൂചിപ്പിക്കുന്നത്, സ്വാഭാവികമായിട്ടും വൈ ആക്സിലുള്ള സൂചനയാണ്. ദാറ്റ് മീൻസ് ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് ആണ്. സോ ദിസ് ടെമ്പറേച്ചർ ഡിഫറൻസ്, ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കടന്നു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ലിക്വിഡിലുള്ള, നമ്മുടെ സൊല്യൂഷനിലുള്ള ലിക്വിഡ് ഫേസിൽ നിന്ന് എന്തിലേക്ക് പോകും, വേപ്പർ ഫേസിലേക്ക് പോകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ ടെമ്പറേച്ചർ ഗ്യാപ്പ് കടന്നു കഴിഞ്ഞാൽ അത് ഓരോ കമ്പോസിഷനും ഡിഫറൻ്റ് ആണ്. ഇപ്പം ഇതാണ് നമ്മുടെ കമ്പോസിഷൻ, XA എന്നുള്ള കമ്പോസിഷനാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആ ടെമ്പറേച്ചർ ഗ്യാപ്പ് ഡിഫറൻ്റ് ആണ്, ഇവിടെ നിന്ന് ടെമ്പറേച്ചർ ഗ്യാപ്പ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഓരോ കമ്പോസിഷനിലും ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകാനുള്ള ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിഫറൻ്റ് ആണെന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം. തൽക്കാലം നമ്മൾ എന്താണ്, നമ്മുടെ കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോസിഷൻ എടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ കൈ എന്നുള്ള കമ്പോസിഷൻ, ആ കമ്പോസിഷൻ പ്രകാരം നമുക്കറിയാം ഇത് പ്രഷർ ഗ്രാഫാണ്. അപ്പോൾ മുകളിൽ എന്തായിരിക്കും, ലിക്വിഡാണ്, താഴെ എന്താണ്, സ്വാഭാവികമായിട്ടും വേപ്പറാണ്. ഓക്കെ, ഇവിടെ വേപ്പർ, ഇവിടെ ലിക്വിഡ്. ഓക്കെ, ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലിക്വിഡ്, ഇതേ ലിക്വിഡിൻ്റെ അതേ പ്രഷറിലുള്ള വേപ്പർ, ആ വേപ്പറിൻ്റെ ഇതേ മോൾ ഫ്രാക്ഷനാണ് എന്ത്, YA അല്ലേ, വേപ്പർ സ്റ്റേറ്റിലുള്ള മോൾ ഫ്രാക്ഷൻ ഓഫ് A. എന്നിട്ടോ അത് നമ്മൾ എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്യും. ഓക്കെ, ആ പറഞ്ഞ ഗ്യാസ് വേപ്പേഴ്സിന് നമ്മൾ ഈ പറഞ്ഞ YA നമ്മൾ കണ്ടൻസ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് ലിക്വിഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കി, ഓക്കെ, ആ AAB, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന YA അത് തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്ന XA. സോ ഇവിടെ ഉണ്ടാകുന്ന XA ആ YA തന്നെയാണ്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യും, YA. അപ്പോൾ അതേ പ്രഷർ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രഷറിൻ്റെ ഇതായിരിക്കും എന്ത്, YA ഡാഷ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ലിക്വിഡിൻ്റെ വേപ്പറിൻ്റെ കമ്പോസിഷനാണ് YA ഡാഷ്. അത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ YA ഡാഷിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, Y ഡാഷ് ആ നോക്കിക്കോ, AAB. ഇവിടെ നോക്കി നോക്കും, മെല്ലെ എയുടെ വാല്യൂ കൂടുന്നുണ്ട്. എയുടെ വാല്യൂസ് നോക്കി, ഇവിടെ A ലെറ്റേഴ്സ് കൂടുന്നുണ്ട്, B കുറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എയുടെ കമ്പോസിഷൻ കൂടുന്നുണ്ട് എന്നാണ്. കാരണം എന്താ, A കൂടുതൽ വോളറ്റൈൽ ആയതുകൊണ്ടാണ് എയുടെ വാല്യൂ കൂടുന്നത്. പിന്നെ B കുറഞ്ഞു വരുന്നുണ്ട്. നോക്കിക്കോ, B കുറഞ്ഞു വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇനി ഞാൻ കണ്ടൻസ് ചെയ്യുന്നത് വീണ്ടും A കൂടുതൽ വോളറ്റൈലായിട്ട് വരും. അപ്പോൾ നോക്കിക്കോ, ഇവിടെ YA കൂടുന്നുണ്ടല്ലേ, ഓരോ പ്രാവശ്യവും YA കൂടുന്നുണ്ട്. അടുത്ത ഇങ്ങനെ പോവും YA ഇങ്ങനെ കൂടും. അടുത്ത പ്രാവശ്യം ഓരോ പ്രാവശ്യം YAയുടെ വാല്യൂ കൂടുന്നുണ്ട്. ദാറ്റ് മീൻസ് എയുടെ വേപ്പേഴ്സ് മെല്ലെ കൂടുതൽ വോളറ്റൈലായിട്ട് വരുന്നുണ്ട്. കൂടുതൽ ലാസ്റ്റ് A മാത്രം, ലാസ്റ്റ് കുറേ പ്രാവശ്യം ഇതേ ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അതിനകത്ത് A മാത്രമേ ഉണ്ടാവുള്ളൂ, B ഒക്കെ ലാസ്റ്റ് നിർത്തി പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് അത് മാത്രമേ ഇൻഫോർമേഷൻ മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു കൺസെപ്റ്റ്, ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ്, ഫൈൻഡ് ഔട്ട് YA ഇഫ് XA is equal to 0.2 ഇൻ ദി ഫേസ് ഡയഗ്രാം. സോ YA XA is equal to 0.2. സോ XA 0.2 ആവുമല്ലോ. ശരി, 0.2. ഓക്കെ, ഇതാണ് ലിക്വിഡിൻ്റെ. ഇതേ പ്രഷർ ഉണ്ടാക്കുന്ന വേപ്പറാണ് ഇത്. ആ വേപ്പറിൻ്റെ കമ്പോസിഷനാണ് എന്ത്, YA. അത് കാരണം എത്രയാണ്, 0.6 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്ര നേരം നമ്മൾ ഐഡിയൽ സൊല്യൂഷനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും. ഇനി നമ്മുടെ സൊല്യൂഷൻ നോൺ ഐഡിയൽ ആണെങ്കിലാണ് ശരിക്കും കൺസെപ്റ്റ് കംപ്ലീറ്റ് തിരിയാൻ പോകുന്നത്. അപ്പോൾ കൺസെപ്റ്റ് തിരിയുന്നത് ശരിക്കും ആ കംപ്ലീറ്റ് ഫീൽ കിട്ടണമെന്നില്ല, ഒരു കുറച്ച് ഫീലേ കിട്ടുള്ളൂ ഡെഫിനറ്റ്ലി ഈ ഗ്രാഫിൽ നിന്ന്. പക്ഷേ ഗ്രാഫ് എന്ന് അല്ലാണ്ട് ജസ്റ്റ് ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി നോക്കി, ഇവിടെ ഐഡിയൽ സൊല്യൂഷൻ, ഇതാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ ഇത്ര നേരം പറഞ്ഞത്. എന്തുകൊണ്ട് ഇത് താഴോട്ടേക്ക് വരച്ചേ, വേപ്പർ ഫേസിലുള്ള ഈ പറഞ്ഞ പ്രഷർ ഗ്രാഫ് എന്തുകൊണ്ട് താഴോട്ടേക്ക് വരച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേപ്പറിന് എപ്പോഴും വേപ്പറിന് പ്രഷർ കുറവായതുകൊണ്ടാണ്. പ്രഷർ കുറയെങ്കിൽ മാത്രമേ ഗ്യാസ് സ്റ്റേറ്റിൽ നിൽക്കുകയുള്ളൂ. പ്രഷർ കൂടുതലാണെങ്കിൽ ലിക്വിഡ് ഫേസിൽ നിൽക്കാം. ഓക്കെ, അതറിയാം, നമുക്കറിയാം പിസ്റ്റൺ ഉണ്ട്, മറ്റേ മനുഷ്യൻ പിസ്റ്റൺ താത്തുന്ന സമയത്ത് കണ്ടൻസ് ആയിട്ട് പോകും, പിസ്റ്റൺ പോകുന്ന സമയത്ത് ഇവാപ്പറേറ്റ് ചെയ്തു പോകും. ഈ കേസ് നമുക്ക് അറിയുന്നതാണ്. ഫൈൻ, അപ്പോൾ നമുക്കിത് നമ്മളെന്ത് ചെയ്യും, നേരത്തെ പോലെ തന്നെ നേരത്തെ ഐഡിയൽ സൊല്യൂഷൻ നമ്മൾ ഇതായിരുന്നു, വേപ്പർ പ്രഷർ ഇൻ ലിക്വിഡ് സ്റ്റേറ്റിലുള്ളത്.
ലിക്വിഡിന് ജസ്റ്റ് ഒന്ന് കുറച്ച് കുറയും, ലിക്വിഡിൻ്റെയും കുറച്ച് കുറയും, അതുപോലെ വേപ്പറിൻ്റെയും കുറച്ചൊന്ന് കുറയും, നേരത്തുള്ള പോലെ തന്നെ കുറച്ച് കുറയും. അത് നെഗറ്റീവ് ഡീവിയേഷൻ. ഇത് പോസിറ്റീവ് ഡീവിയേഷൻ കുറച്ച് കൂടും. ഇതെന്താ, ഇത് ലിക്വിഡിൻ്റെ, ഇത് വേപ്പറിൻ്റെ കുറച്ച് കുറയും, കുറച്ച് കൂടും, വീക്ക് പോസിറ്റീവ്. ഇനി ലാർജ് നെഗറ്റീവും ലാർജ് പോസിറ്റീവ് വരുമ്പോഴാണ് ശരിക്കും ഗെയിം മാറാൻ. ലാർജ് നെഗറ്റീവ് ആവുന്ന സമയത്ത് അടിയിൽ വേപ്പർ, ഇത് വേപ്പർ, ലിക്വിഡ് നോക്കി ഇങ്ങനെ ഒരുമാതിരി കളിയത്, ഇങ്ങനെ ഒരുമാതിരി വരാം. ഇതിൻ്റെ റീസൺ എന്താണ് സർക്കുലർ അറിയില്ല. ഇത് എന്താണ് നമ്മൾ എക്സ്പെരിമെൻ്റലി ഫൗണ്ട് ചെയ്യുന്ന ഒരു ഗ്രാഫാണിത്. എക്സ്പെരിമെൻ്റ് ഓരോന്ന് എക്സ്പെരിമെൻ്റിൽ കിട്ടുന്ന ഒരുമാതിരി ഈ ഷേപ്പുള്ള ഒരു കോണൊക്കെ പോലത്തെ ഷേപ്പ്. ഇതെന്ത് ഷേപ്പ് അല്ലേ, ഇതുവരെ കാണാത്ത ഷേപ്പ്. സോ ആ ഷേപ്പിൽ എന്താണ് കളി നമുക്ക് നോക്കി നോക്കാം. നമുക്ക് നമ്മുടെ ഒരു എക്സ് എന്ന് പറയുന്ന കമ്പോസിഷൻ, എക്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിലുള്ള എയുടെ മോൾ ഫ്രാക്ഷൻ. അത് ആ കമ്പോസിഷൻ ഉണ്ടാവുന്ന ലിക്വിഡിൻ്റെ പ്രഷർ നോക്കും. ഓക്കെ, അതേ പ്രഷർ ഉണ്ടാക്കുന്ന വേപ്പറിൻ്റെ പ്രഷറിൽ അതായിരിക്കും വൈ എ. ഓക്കെ, അതേപോലെ ഇവിടെ നിന്ന് ഇത് എന്ന് പറഞ്ഞാൽ ആ വൈ നമ്മൾ കണ്ടൻസ് ചെയ്തപ്പോൾ അടുത്ത ലിക്വിഡിൽ ഉണ്ടാകുന്ന എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ആ എക്സ് ഇതാണ്. ഓക്കെ, അപ്പോൾ അതേ പ്രഷറിൽ ഉണ്ടാക്കുന്നതായിരിക്കും ആ ലിക്വിഡിൽ ഉണ്ടാകുന്ന വൈ എ ഡാഷ്. അപ്പം രണ്ടാമത്തെ കണ്ടെയ്നറിൽ ഉണ്ടാകുന്ന എയുടെ വേപ്പർ ഫേസിലുള്ളത് കമ്പോസിഷൻ വൈ എ ഡാഷിലുള്ള ആ കണ്ടെയ്നറിലുള്ള വേപ്പേഴ്സ് നമ്മൾ കണ്ടൻസ് ചെയ്യും. അപ്പം ആ കണ്ടൻസ് ചെയ്തിട്ട് ലിക്വിഡിലെ കണ്ടെയ്നറിലെ എക്സ് എന്ന് പറഞ്ഞാൽ വൈ എ ഡാഷ് ആയിരിക്കും. എന്നിട്ട് അത് വീണ്ടും നമ്മൾ അതിൻ്റെ ആ ലിക്വിഡിലുള്ള വേപ്പർ പ്രഷർ ഇതാണ്. അങ്ങനെ ലാസ്റ്റ് നോക്കി നോക്ക്, ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എത്തി. ഈ പോയിൻ്റിൻ്റെ അർത്ഥം എന്താണ്? ഈ പോയിൻ്റ് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ എക്സ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈ ആണ്. ദാറ്റ് മീൻസ് എ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാർട്ടിക്കളുടെ വേപ്പറിലുള്ളതും ലിക്വിഡിലുള്ളതും കമ്പോസിഷൻ സെയിം ആണെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ബിയുടെ കമ്പോസിഷനും സെയിം ആയിരിക്കും ലിക്വിഡിന് വേപ്പറിൽ, അല്ലേ? അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്താണ് ഒരു സൊല്യൂഷന്, ആ സൊല്യൂഷനുള്ള ലിക്വിഡിലുള്ള നമുക്കൊരു കാര്യമല്ല, ഒരു സൊല്യൂഷൻ സ്വാഭാവികമായിട്ട് ഒരു സാധാ സൊല്യൂഷനിൽ ലിക്വിഡിലുള്ള കമ്പോസിഷനും അതേപോലെ വേപ്പറിലെ കമ്പോസിഷനും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എന്താ, ആ ലിക്വിഡിലുള്ള മേ ബി ചില പാർട്ടിക്കിൾസ് കൂടുതൽ വോളട്ടൈൽ. അപ്പോൾ ചില പാർട്ടിക്കിൾസ് കൂടുതൽ വോളട്ടൈൽ ആകുന്ന സമയത്ത് കൂടുതൽ വേപ്പർ ഉണ്ടാക്കും. അതുകൊണ്ട് വേപ്പറിലുള്ള കമ്പോസിഷൻ കുറച്ച് ഡിഫറെൻ്റ് ആവാൻ സാധ്യതയുണ്ട് സാധാ സൊല്യൂഷനിൽ. പക്ഷേ ഈ ടൈപ്പ് ഓഫ് സൊല്യൂഷനിൽ എന്താണ്, ലിക്വിഡിലുള്ള കമ്പോസിഷനും വേപ്പറിലുള്ള കമ്പോസിഷനും സെയിം ആണ്. അപ്പോൾ ലിക്വിഡിലുള്ള കമ്പോസിഷനും വേപ്പറിലുള്ള കമ്പോസിഷനും സെയിം ആവണമെങ്കിൽ അത് ഏത് ടൈപ്പ് സൊല്യൂഷൻ, അതൊരു പ്യുവർ ലിക്വിഡ് പോലെ തന്നെ, അല്ലേ? പ്യുവർ ലിക്വിഡിലാണ് ലിക്വിഡിലുള്ള കമ്പോസിഷനും അതേപോലെ വേപ്പറിലുള്ള കമ്പോസിഷനും സെയിം ആവുന്നത്, അല്ലേ? പ്യുവർ ലിക്വിഡിൽ. പക്ഷേ ഇവിടെ അത് ഈ പറഞ്ഞ സൊല്യൂഷൻ ഒരു പ്യുവർ ലിക്വിഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള പോയിന്റ് നമ്മൾ വിളിക്കും അസിയോട്രോപ്സ് എന്ന്. അത്തരത്തിലുള്ള പോയിന്റ് എന്നല്ല, അത്തരത്തിലുള്ള സൊല്യൂഷൻ ഇൻ വിച്ച് ദ കമ്പോസിഷൻ ഇൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ് ആർ സെയിം, ദാറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആർ കോൾഡ് അസിയോട്രോപ്സ്. ഈ അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ കുറേ കണ്ടൻസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ അസിയോട്രോപ്പ് ഇത് ഇവിടെ എന്തായി, എക്സ് എ എന്തായി വൈ എക്ക് ഈക്വലായി. ഇവിടെയുള്ള എക്സ് എ ഒന്നല്ല കേട്ടോ, അത് വേറെ എക്സ് എ. ആ ഒരു പോയിന്റിലുള്ള ലിക്വിഡിൻ്റെ കമ്പോസിഷനും അതേപോലെ വേപ്പറിൻ്റെ കമ്പോസിഷനും സെയിം ആയി. സോ ആ ഒരു പോയിന്റിലുള്ള ലിക്വിഡിൻ്റെ വേപ്പറിൻ്റെ കമ്പോസിഷൻ സെയിം ആയി മീൻസ് ഇതാ ഇതിന് ശേഷം ഈ പറഞ്ഞ ഇവിടെ എന്തായി നോക്കിക്കോ, ഇവിടെയുള്ള ലിക്വിഡിൻ്റെ കമ്പോസിഷൻ നോക്കിയേ, വേപ്പറിൻ്റെ കമ്പോസിഷൻ നോക്കിയേ, സെയിം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ വേപ്പർ പ്രഷറിനെ എനിക്ക് ഇവിടെ ഉണ്ടാവുക, അല്ലേ? ഇവിടെ ഉണ്ടാവുന്ന അതേ കമ്പോസിഷൻ തന്നെ ഇവിടെ ഉണ്ടാവുക സ്വാഭാവികമായിട്ടും. ആ കമ്പോസിഷൻ തന്നെ വേപ്പർ ഉണ്ടാക്കിയ കമ്പോസിഷൻ ചെയ്യാം. അപ്പോൾ അടുത്ത ഒന്നും കൂടി ഞാൻ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കമ്പോസിഷൻ തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ കമ്പോസിഷൻ തന്നെ വേപ്പറുള്ള കമ്പോസിഷൻ എല്ലായിടത്തും സെയിം, അതേപോലെ ലിക്വിഡുള്ള കമ്പോസിഷൻ എല്ലായിടത്തും സെയിം. എങ്ങനെയാണ്, ഈ ഒരു പോയിന്റിന് ശേഷം എല്ലായിടത്തും ഒരേ കമ്പോസിഷൻ തന്നെ. പിന്നെ അത്ര ഇത് ചെയ്തിട്ടും കാര്യമില്ല. നേരത്തെ ആണെങ്കിൽ നമുക്ക് നമ്മൾ ഈ പറഞ്ഞ കണ്ടൻസേഷൻ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോൾ എ മാത്രം ബാക്കി വരും, കൂടുതൽ വോളട്ടൈലായിട്ട് ആൾ മാത്രം ബാക്കി വരും, ബി ഒക്കെ മെല്ലെ തീർന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം നോക്കി ഇനി എത്ര നമ്മൾ കൂടുതൽ കണ്ടൻസേഷൻ പരിപാടികൾ നടത്തി കഴിഞ്ഞാലും ഈ പറഞ്ഞ എ എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ഈ കമ്പോസിഷനും അതേപോലെ ഈ കമ്പോസിഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ അസിയോട്രോപ്സ് എന്ന് വിളിക്കാൻ. ഓക്കെ, അപ്പോൾ അത് നെഗറ്റീവ് ഡീവിയേറ്റഡ് ആയിരുന്നു. ഇതിപ്പോൾ നോക്കി ഇത് പോസിറ്റീവ് ഡീവിയേറ്റഡാണ്. കാരണം നമ്മൾ പോസിറ്റീവ് ഡീവിയേറ്ററിൻ്റെ ഗ്രാഫാണ് വരച്ചത്, ഹൈലി പോസിറ്റീവ് ഡീവിയേറ്ററിൻ്റെ ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കി ഈ പ്രഷർ ആ ഒരു അസിയോട്രോപ്പ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഒരു പ്യുവർ ലിക്വിഡ് എന്ന രീതിയിൽ ആക്ട് ചെയ്യുന്നത്. സോ അസിയോട്രോപ്സിൻ്റെ എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ബോയിലിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്നത് വെച്ചാൽ പ്രഷർ നോക്കിയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ പ്രഷർ വളരെ കൂടുതലാണ്. നമുക്കറിയാം ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് ദി വേപ്പർ പ്രഷർ ഓഫ് ദി ലിക്വിഡ് ബിക്കംസ് 1 atm അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആകുമ്പോഴാണ് ഒരു ലിക്വിഡ് ബോയിൽ ആവുക.
അങ്ങനെ ഇവിടെ ഓൾറെഡി പ്രഷർ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും, കുറവായിരിക്കും. സോ പോസിറ്റീവ് ഡീവിയേഷന് ബോയിലിംഗ് പോയിന്റ് മിനിമം ആയിരിക്കും. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിലോ, നെഗറ്റീവ് ഡീവിയേഷൻ ഇതാണ് നെഗറ്റീവ് ഡീവിയേഷൻ. നെഗറ്റീവ് ഡീവിയേഷനിൽ ഇവിടെ നോക്കി നോക്ക്, നേരെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. ബിക്കോസ് പ്രഷർ വളരെ കുറവാണ്. പ്രഷർ വളരെ കുറവാണെങ്കിൽ 180ലേക്ക് എത്താൻ വേണ്ടി കൂടുതൽ നമ്മൾ ബോയിൽ ചെയ്യേണ്ടി വരും. 180ലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൂടുതൽ എക്സേർട്ട് ചെയ്യേണ്ടി വരും ആ പ്രഷർ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യും, മിനിമം ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതാണ് അസിയോട്രോപിക് മിക്സ്ചറിൻ്റെ ഒരു ഡെഫിനേഷനാണ്. ഈ കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണം എന്നില്ല, കാരണം കുറേ ഡൗട്ട്സ് ഉണ്ടാവും. ഒന്നാമത്തെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രഷർ എന്താണ് വേപ്പർ ഫേസിലും അതേപോലെ ലിക്വിഡ് ഫേസിലും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കമ്പോസിഷൻ ആണെങ്കിൽ പോലും എന്താണ് വലിയ കാര്യമൊന്നുമില്ല. അതൊരു കാര്യമൊന്നുമില്ല, പക്ഷേ അതിന് നമ്മൾ അസിയോട്രോപ്സ് നമ്മൾ വിളിക്കും. കാരണം വെച്ചാൽ അതൊരു പ്യുവർ ലിക്വിഡായിട്ട് ആക്ട് ചെയ്യുന്ന പോലെ. പിന്നെ രണ്ടാമത്തെ ഡൗട്ട് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് വേപ്പർ എന്താ പറയുക ബോയിലിംഗ് പോയിന്റ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ആൻസർ ഒന്നുമില്ല. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ആൻസർ ഇല്ല, മേ ബി എന്തെങ്കിലും ഉണ്ടാവും, പക്ഷേ ഇത്രയും ഡെപ്തിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അസിയോട്രോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ സാധാരണ എല്ലാവരും പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ലൈൻ ബൈനറി സൊല്യൂഷൻ കണ്ടെയ്നിങ് 2 വോൾട്ടൈൽ ലിക്വിഡ്സ്, 2 ലിക്വിഡ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അറ്റ് എ പെർട്ടിക്കുലർ കമ്പോസിഷൻ വി ക്യാൻ സേ ദാറ്റ് വേപ്പർ ഫേസിൻ്റെയും അതേപോലെ ലിക്വിഡ് ഫേസിൻ്റെയും കമ്പോസിഷൻ സെയിം ആണ്. അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് വേറൊരു അർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ വേപ്പർ ഫേസിൻ്റെയും ലിക്വിഡ് ഫേസിൻ്റെയും കമ്പോസിഷൻ സെയിം ആണ്. അതെങ്ങനെ സെയിം ആവുന്നതെന്ന് കണ്ടൻസേഷൻ ചെയ്ത് വരുന്ന സമയത്താണ് ഈ ഒരു ഗ്രാഫ് പ്രകാരം പെർട്ടിക്കുലർ പോയിന്റിൽ എക്സയും വൈയും സെയിം ആവുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി ഗ്രാഫ് എങ്ങനെ വന്നു അതിനൊരു ഉത്തരവൊന്നുമില്ല, അത് എക്സ്പെരിമെൻ്റലി ഫൗണ്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ കൺസെപ്റ്റിന്. പക്ഷേ ഇത് ഇത്രയാണ് അറിഞ്ഞിരിക്കാനേ ഉള്ളൂ, ഇതിൻ്റെ അപ്പുറം വേറൊന്നും പോകാനില്ല.